രണ്ട് കാര്യങ്ങൾ ഹോർമസ് കടലെടുക്കുമാതിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയം, അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം. 450 കിലോഗ്രാമിലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോൾ ഇറാന്റെ പക്കലുണ്ട്. ആ യുറേനിയം ഏറ്റവും എളുപ്പത്തിൽ തന്നെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് കൈമാറണം, അതല്ലെങ്കിൽ അമേരിക്കക്ക് കൈമാറണം എന്നൊരു നിർദ്ദേശമായിരുന്നു വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നോട്ട് വെച്ചത്. ഇത് ഒരു നിലയ്ക്കും സ്വീകാര്യമല്ല. ഇത് തങ്ങളുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇറാന്റെ അവകാശമാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം. അത് ആ പ്രക്രിയ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അത് സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ ആണവായുധം സ്വന്തമാക്കുക അല്ലെങ്കിൽ ആണവായുധം നിർമ്മിക്കുക എന്നത് ഇറാന്റെ ലക്ഷ്യമേ അല്ല. അത് ഇറാന് മതനിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തങ്ങൾ അതിനെ വിലയിരുത്തുന്നത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും അതൊന്നും സ്വീകാര്യമല്ല. ഇറാൻ ഏത് ഘട്ടത്തിലും ആണവായുധം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കൽ നിലനിൽക്കുന്നത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി JD വാൻസ് മുന്നോട്ട് വെച്ചു. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇറാൻ നിരാകരിക്കുകയായിരുന്നു. അന്യായവും അമിതവുമായിട്ടുള്ള ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ, തങ്ങളുടേതായിട്ടുള്ള അധികാര പരിധിക്ക് അപ്പുറത്തുള്ള ഒരു കപ്പൽപാത പിടിച്ചെടുക്കാൻ ഇത്തരം നീക്കങ്ങളും ഇത്തരം ധാർഷ്ട്യപൂർണ്ണമായിട്ടുള്ള നിലപാടുകളുമായിട്ട് ഒരു ചർച്ച എന്ന പേരിൽ മുന്നോട്ട് പോകാനാവില്ല. അതിൽ തങ്ങൾക്ക് വളരെ ഉറച്ച നിലപാടുകളുണ്ട്. അതുകൊണ്ട് അമേരിക്കക്ക് വേണമെങ്കിൽ എന്തും തീരുമാനിക്കാം. യുദ്ധത്തിനാണെങ്കിൽ യുദ്ധത്തിന് തങ്ങൾ ഒരുക്കമാണ്, സമാധാന പ്രക്രിയയാണെങ്കിൽ അതിനും ഒരുക്കമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നിട്ട് 28 മണിക്കൂറിലധികം തങ്ങൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി വന്നതും ഈ ചർച്ചയിൽ സജീവമായിട്ട് പങ്കെടുത്തതും ഉദാരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതും. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് എന്നത് വളരെ കർക്കശമായിരുന്നു. അതോടൊപ്പം തന്നെ അന്യായമായിട്ടുള്ള അമിതമായിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല എന്നൊരു നിലപാടിലേക്ക് ഇറാനും എത്തിച്ചേർന്നു. പാകിസ്ഥാൻ ഇടപെട്ടുകൊണ്ട് ഈ ചർച്ച ഇന്ന് പൂർണ്ണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും അതിനെ പൂർണ്ണമായിട്ടും വിഫലമാക്കുമാറുള്ള പ്രതികരണമായിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും നടത്തിയത്. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം ചർച്ചയിൽ നിന്ന് പിൻവാങ്ങാനുള്ള നിർദ്ദേശം ലഭിച്ചു. ഉടൻ തന്നെ അമേരിക്കൻ സംഘം ഇസ്ലാമാബാദ് വിടാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. എന്തായാലും ഇറാൻ സംഘവും വളരെ ശക്തമായിട്ടുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഈ പിന്നിട്ട മണിക്കൂറുകളിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രേഖാമൂലം തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. നാസർ, ഇനി ഹോർമൂസ് കേന്ദ്രീകരിച്ച് എന്താകും ഇനി മുന്നോട്ടുള്ള ഒരു സാധ്യത? ഇത് വലിയൊരു അനിശ്ചിതത്വത്തിലേക്കാണ് വീണ്ടും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം പിന്നിട്ടൊരു 3-4 ദിവസങ്ങൾ ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഡ്രോൺ ആക്രമണമോ മിസൈൽ ആക്രമണമോ ഇല്ലാത്ത ഏറ്റവും സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു 4 ദിവസങ്ങളായിരുന്നു. ഈ രണ്ടാഴ്ചക്കാലത്തെ ഈ വെടിനിർത്തൽ സമഗ്രമായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് വഴിയൊരുക്കും. അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഇസ്ലാമാബാദ് ചർച്ച ആ അർത്ഥത്തിൽ വലിയൊരു മുന്നോട്ട് പോകും എന്നൊക്കെ ആ പ്രതീക്ഷ ഇന്നലെ അർദ്ധരാത്രി വരെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ പൊടുന്നനെ ഈ ചർച്ച പാതി വഴിയിൽ വെച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു കരാർ പോലും വരുത്താതെ അമേരിക്കൻ സംഘം പിൻവാങ്ങുകയും ഇറാൻ സംഘം പിൻവാങ്ങാൻ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഉള്ള നീക്കം എന്തായിരിക്കും എന്നത് വളരെ പ്രധാനമായിരിക്കും. കാരണം ഒരുപക്ഷെ ഇതിൽ വിജയിച്ചത് ഇസ്രായേൽ തന്നെയായിരിക്കും. കാരണം വളരെ പൊടുന്നനെ ലബനാനിൽ ഒരു ആക്രമണം നടത്തുകയും 350-ലേറെ പേരെ കൊലപ്പെടുത്തുകയും ഒക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ചെയ്തത് ഈ കരാർ അട്ടിമറിക്കുക, ഈ രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പരാജയപ്പെടുത്തുക എന്ന ആസൂത്രിത ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇസ്രായേലിന്റെ നീക്കങ്ങൾ. അത് തന്നെയാണ് ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ കരാറിൽ ഈ ചർച്ചയിൽ വളരെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും അനുഭാവപൂർണ്ണമായിട്ട് ഇരുപക്ഷവും തുടക്കത്തിൽ ശ്രമിച്ചുവെങ്കിൽ പോലും അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് അമേരിക്ക എത്തിയതാണ് ഈ ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നാണ് ഇറാന്റെ കുറ്റപ്പെടുത്തൽ. പക്ഷേ അതേസമയം നല്ലൊരു ഓഫർ, ഏറ്റവും നല്ല ഓഫർ തങ്ങൾ മുന്നോട്ട് വെച്ചു. അതുപോലും ഇറാന് സ്വീകാര്യമായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും യുദ്ധത്തിലേക്ക് വരേണ്ടി വരുമെന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അടുത്ത നീക്കം എന്നത് വളരെ വളരെ നിർണായകമായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി ഏത് നിലപാട് സ്വീകരിക്കും എന്നത് പ്രധാനമായിരിക്കും. കാരണം അമേരിക്കയുടെ എല്ലാ കപ്പലുകളും ഇപ്പോൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പോർ വിമാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് യുദ്ധ സന്നാഹങ്ങൾ അമേരിക്ക തുടരുന്നുണ്ട്. അതേസമയം ഇറാനും അതിൻ്റെതായിട്ടുള്ള നിലയ്ക്ക് മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ കാർഗ് ദ്വീപ് പിടിച്ചടക്കി ഈ ഹോർമസിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടായിരിക്കും അമേരിക്ക കൈക്കൊള്ളുക, അത് ഈ മേഖലയിലും ലോക സമ്പദ്ഘടനയിലും ഏതർത്ഥത്തിലുള്ള പ്രതികരണങ്ങൾ സൃഷ്ടിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം ഇനി പൊടുന്നനെ ഒരു ചർച്ചയിലേക്ക് വരാൻ ഇരുകൂട്ടരും സാധ്യത വളരെ കുറവാണ്. കാരണം നീണ്ട സമ്മർദ്ദങ്ങൾക്കൊടുവിലായിരുന്നു ഇസ്ലാമാബാദിലേക്ക് ഈ ചർച്ചയ്ക്ക് വരാൻ ഇരുകൂട്ടരും തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ എന്നത് വളരെ വളരെ നിർണായകമായി മാറുകയാണ്.